ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ആഗോള AI രംഗത്തെ നേതൃതല പ്രഖ്യാപനത്തിന് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. AI മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി കൂടിക്കാഴ്ച നടത്തി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിലെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. കാർഷിക ഗവേഷണങ്ങളിൽ ബ്രസീലുമായി സഹകരണത്തിന് ധാരണയായതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തീരദേശ സുരക്ഷ, ദേശീയ ഐക്യം എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി. വാർത്തകൾ വിശദമായി. ആഗോള AI രംഗവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രഖ്യാപനത്തിന് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയുടെ 5ാം ദിവസമായ ഇന്ന് GPAI ഉന്നതതല കൌൺസിൽ യോഗങ്ങളും ചേരുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയിലെ ആഗോള സഹകരണ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗങ്ങളിൽ നടക്കും. സമഗ്രവും ഉത്തരവാദിത്തപൂർണവുമായ AI ഉപയോഗത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ഉച്ചകോടി കൂടുതൽ കരുത്തു പകരും. ഉച്ചകോടിയുടെ ഭാഗമായുള്ള AI ഇംപാക്ട് എക്സ്പോയ്ക്ക് നാളെയാണ് സമാപനമാവുക. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന സിഇഒമാരുമായും പ്രതിനിധികളുമായും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കൂടിക്കാഴ്ച നടത്തി. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധി വരുത്താൻ പോകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ സിഇഒമാർ വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള AI രംഗത്തെ സുപ്രധാന ശക്തിയായി രാജ്യത്തെ മാറ്റാൻ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോഗ്യം, സൈബർ സുരക്ഷ, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന AI ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് സംവദിച്ചു. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിലെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ്. AI ഇംപാക്ട് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യ US പാക്സ് സിലിക്ക പ്രഖ്യാപനം ഒപ്പുവച്ച ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സുരക്ഷിതമായ ആഗോള സിലിക്കൺ സാങ്കേതിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി ക്രിട്ടിക്കൽ മിനറലുകൾ, സെമി കണ്ടക്ടർ നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കരാർ. ഇന്ത്യയുടെ ആദ്യ സെമി കണ്ടക്ടർ പ്ലാന്റ് ഉടൻ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിക്കുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ആവശ്യമായ 10 ലക്ഷത്തിലധികം വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ ലഭ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. देश को एक दिशा, एक क्लियर एम, एक क्लियर गोल है देश के सामने, और उसमें है सेमीकंडक्टर इंडस्ट्री में, इलेक्ट्रॉनिक्स इंडस्ट्री में लीडरशिप लेनी है दुनिया की। आज जब 315 यूनिवर्सिटीज और कॉलेजेस के नौजवान चिप डिजाइन करते हैं और दुनिया में भारत आज एक ट्रस्टेड कंट्री की तरह देखा जाता है. इंडिया इज अ ट्रस्टेड कंट्री. ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ, ഗൂഗിൾ CEO സുന്ദർ പിച്ചെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നിർമ്മിത ബുദ്ധി രംഗത്തെ ഭാവി പരിഷ്കരണങ്ങളിൽ ഇന്ത്യ US സഹകരണത്തിന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് സുന്ദർ പിച്ചെ ചടങ്ങിൽ പറഞ്ഞു. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നാളെ പൂർത്തിയാകും. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. SIR-മായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നാളെ പ്രസിദ്ധീകരിക്കുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നാളെ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും നിരസിച്ചതും ആയിട്ടുള്ള ഇലക്ടറൽ ഓഫീസർമാരുടെ തീരുമാനങ്ങൾക്കെതിരെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ടാകും. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം വരെ പേര് ചേർക്കാനുള്ള അപേക്ഷ നാളെ മുതൽ നൽകാനാവും. ഈ അപേക്ഷകൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രോസസ് ചെയ്യുകയും തിരിച്ചറിയൽ കാർഡ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പരിഷ്കരണ വേളയിൽ ലഭിച്ച അപേക്ഷകളിൽ 18 വയസ്സ് പൂർത്തിയാകാത്തവരുടെ അപേക്ഷകൾ അവർക്ക് 18 വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പരിഗണിച്ചു തുടങ്ങുകയും ചെയ്യും.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക നടപടികൾ പൂർത്തിയാക്കാൻ 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കർണാടക, ആന്ധ്രാപ്രദേശ്, ഡൽഹി, പഞ്ചാബ് തുടങ്ങിയിടങ്ങളിൽ ഏപ്രിൽ മാസത്തോടെ SIR നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രസീലിയൻ കൃഷിമന്ത്രി കാർലോസ് ഫവാരോയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ജൈവ കൃഷി രീതികളിൽ ബ്രസീൽ താൽപര്യം പ്രകടിപ്പിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി അറിയിച്ചു. ICAR-നും ബ്രസീലിയൻ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾക്കുമിടയിലെ സഹകരണ സാധ്യതകളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യയിൽ മികവിന്റെ കേന്ദ്രം സജ്ജീകരിക്കാൻ ബ്രസീൽ താൽപര്യമറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിലെ നാഥൻപൂർ ഗ്രാമം സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ സുരക്ഷാവേലിയുടെ നിർമ്മാണ പുരോഗതി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തും. അനധികൃത നുഴഞ്ഞുകയറ്റം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ എന്നിവ തടയാൻ സ്വീകരിച്ച നടപടികളും അദ്ദേഹം അവലോകനം ചെയ്യും. സിൽച്ചാറിൽ വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2ാം ഘട്ടത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കമിടും. ഗുവാഹട്ടിയിൽ നടക്കുന്ന CRPF-ന്റെ 87ാമത് സ്ഥാപക ദിനാഘോഷങ്ങളിൽ അദ്ദേഹം നാളെ പങ്കെടുക്കും. അസം പോലീസ് ബറ്റാലിയന്റെ 10ാമത് ക്യാമ്പിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം സോനാപൂരിൽ നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായി പരാതി. 5 വർഷം മുൻപ് ഗർഭപാത്രം നീക്കം ചെയ്ത പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് എക്സ്റേ എടുത്തപ്പോൾ കത്രിക കണ്ടെത്തിയത്. സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെ തിരിച്ചറിഞ്ഞതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. അന്നത്തെ ഗൈനക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ ലളിതാംബികയുടെ യൂണിറ്റിലെ ഡോക്ടർ ഷാഹിദയാണ് സർജറി നടത്തിയത്. തീരദേശ സുരക്ഷാ അവബോധം, ദേശീയ ഐക്യം, സമൂഹ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിലെ സ്വീകരണത്തിന് ശേഷം പശ്ചിമ തീരസംഘം കോഴിക്കോട്ടേക്ക് തിരിച്ചു. 25 ദിവസം 6553 കിലോമീറ്റർ സഞ്ചരിക്കുന്ന സൈക്ലത്തോൺ ഞായറാഴ്ച കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബാംദി സഞ്ജയ് കുമാർ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് ജാമ്യം. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം ലഭിച്ചെങ്കിലും ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. കാസർഗോഡ് ബെള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകരുടെ ദീർഘകാല ആശങ്കകൾക്ക് പരിഹാരമായി 9 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൌരോർജ്ജ വേലി മന്ത്രി A. K. ശശീന്ദ്രൻ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ പ്രദേശത്ത് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ സാക്ഷാത്കരിച്ച പദ്ധതിയാണിത്. കഴിഞ്ഞ വർഷങ്ങളിലായി കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ കടന്നുകയറ്റം മൂലം കൃഷിനാശം വ്യാപകമായിരുന്നു. ഇതിന് പരിഹാരമായാണ് വന്യജീവികളെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ സൗരോർജ്ജ വേലി സ്ഥാപിക്കാൻ വനംവകുപ്പ് മുൻകൈയെടുത്തത്. ഈ ഇടപെടൽ കർഷക സുരക്ഷയും ഉപജീവനവും ഉറപ്പാക്കുന്നതിനോടൊപ്പം പ്രകൃതി സംരക്ഷണത്തെ കൂടുതൽ ജനകീയമാക്കുന്ന മാതൃകയായി മാറുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കി. ഷില്ലോങ്ങിൽ നിന്നുള്ള ലോക്സഭാ MP റിക്കി ആൻഡ്രൂ ജെ സിംഘോണിന്റെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. മേഘാലയയുടെ വികസനത്തിനായും ജനക്ഷേമത്തിനായും അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകിയതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേഘാലയയിലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള AI രംഗത്തെ നേതൃതല പ്രഖ്യാപനത്തിന് ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി ഇന്ന് അംഗീകാരം നൽകും. AI മേഖലയിലെ സ്റ്റാർട്ടപ്പ് CEOമാരുമായി കൂടിക്കാഴ്ച നടത്തി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സെമി കണ്ടക്ടർ, ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ആഗോള നേതൃനിരയിലെത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് SIR-ന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കാർഷിക ഗവേഷണങ്ങളിൽ ബ്രസീലുമായി സഹകരണത്തിന് ധാരണയായതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തീരദേശ സുരക്ഷ, ദേശീയ ഐക്യം എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് CISF സംഘടിപ്പിക്കുന്ന വന്ദേമാതരം തീരദേശ സൈക്ലത്തോൺ കേരളത്തിലെത്തി.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.